പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി കർത്താവേ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ,
ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്? തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാനമാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു നിർത്തി ഡിവേറ്റ്, പരിശുദ്ധാത്മാവ് ഡിവേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറൊരു സബ്ജക്റ്റ് ഇല്ലായത്. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡൊമിനിക്കിൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഡൊമിനിക്കിന് നല്ല കാലത്ത് ഉടമ്പടിയെടുത്ത ആളാണ്. അങ്ങനെ ഞാൻ ആ സാക്ഷിയാണ് ആദ്യം കേൾക്കുന്നത്. ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടി എടുത്തതെന്ന്. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ, വീട്ടിലിരുന്ന് തീരുമാനിച്ചു. എന്തിനാ ഉടമ്പടി എടുക്കണമെന്ന് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞ് ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണം. അതാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലത്. വീട്ടിലൊന്നുമില്ല. അമ്മയെപ്പോയി കുറച്ചുകൂടി കൊള്ളാവുന്ന സ്പിരിച്വൽ ലൈഫ് ചിട്ടയായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴാണ് ഈ ജീസസ് യൂത്ത് ഫുൾ ടൈമറായിട്ടുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കണത്. അവിടെ ലൈഫ് ഇത് ഓക്കെയാണ് ശരിക്കും. അപ്പോൾ അവർക്ക് പക്ഷേ അവർ ഉടമ്പടി എന്നുള്ള ഈ സംഭവം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ ലൈഫ് കുറച്ചുകൂടി ചിട്ടയാകും. പിന്നെ മണ്ടേറ്ററി ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഓപ്ഷണലായും പേഴ്സണലുമായിട്ടല്ലാതെ മണ്ടേറ്ററി ആയിട്ട് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളാത്ത രീതിയിൽ നമ്മളെ ശരിക്കും ഉടമ്പടി ബൂസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നമുക്ക് ആ ഉടമ്പടി വളരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണത് ഇവിടെ. പക്ഷേ ഇവർ ഭാര്യയും ഭർത്താവും കൊച്ചും കൂടി വന്ന് കൃപാസനത്തിനകത്ത് ചവിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ഇവർ ഐസായിപ്പോയി. അപ്പോൾ പറഞ്ഞിട്ട് ഇത് അമ്മ അന്ന് അച്ഛനോട് പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പം ഞങ്ങളോട് പറയണമെന്ന്. ദൈവമേ, എന്ത് ദുരന്തമായിരിക്കും, എന്ത് ദുരന്തമായാലും അമ്മ ഉണ്ടാകുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ റോമിക എന്ന് പറയുന്ന മകളില്ലേ, അവളെന്നെന്തോ 10ാം ക്ലാസ്സിലാണ് മറ്റേ പഠിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് ബ്ലാങ്കായിപ്പോയി. അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണില്ല. ആ റോമിക അതിനെക്കുറിച്ച് റോമിക സാക്ഷ്യം പറയുന്നുണ്ട്. അവൾ ഉപയോഗിക്കുന്ന വാക്ക് ട്രോമറ്റൈസ്ഡ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാദം പിടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ട്രോമ ഇല്ല, ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാങ്കായി പോകും. ചില ആൾക്കാരുടെ ട്രോമ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിയുമ്പോൾ കണ്ണ് കൃഷ്ണമണിയൊക്കെ കാണാതിരിക്കും. ചിലപ്പോൾ കൃഷ്ണമണി ഉണ്ടാകും, കാഴ്ച ബ്ലോക്കാവും. അത് നമ്മുടെ തലച്ചോറില്ലേ, തലച്ചോറ് ഹൈപ്പർ ടെൻഷൻ അടിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് നമ്മളുടെ കോർണിയയിലേക്കുമുള്ള ഇതില്ലേ, നമ്മളുടെ ഞരമ്പില്ലേ, സൂക്ഷ്മമായ ഞരമ്പിളില്ലേ, അവിടെ ഒരിഷ്ടം ബ്ലോക്കായി പോകും. അപ്പോഴാണ് ഈ കണ്ണ് തുറന്നിരിക്കും, പക്ഷെ കാഴ്ച കാണത്തില്ല. ട്രോമയുടെ ഒരു ലക്ഷണമാണത്. ഞാനത് എൻ്റെ നോവലിന് വേണ്ടി പഠിച്ചതാണ്. ഞാൻ ആ ലാസ്റ്റ് ഗസ്റ്റ് ഓഫ് നോവൽ എഴുതിയ കാലത്ത് അതിലൊരു കുട്ടി ട്രോമ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മെഡിക്കൽ മേഖലകൾ പഠിച്ചതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയത്. നമ്മളിങ്ങനെ പഠിക്കും, പക്ഷേ നമുക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കും, പക്ഷെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ബ്ലാങ്ക് എന്ന് പറയും.
അപ്പോൾ അങ്ങനെ വന്ന് അവൾ പരീക്ഷ തോറ്റു. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ല, ഇത് കളിയല്ല, കാര്യമാണ്. മനസ്സിലായില്ല. ഏറ്റവും നല്ല റാങ്ക് വാങ്ങിച്ച് പഠിച്ച കൊച്ചാ അല്ല. പക്ഷേ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ കയറി. ചിലപ്പോൾ കോമ്പറ്റീഷൻസ് വരുമ്പോഴേ, കോമ്പറ്റീഷൻസ് ഇല്ലേ, മറ്റു കുട്ടികളുമായിട്ട് കോമ്പറ്റീഷൻ, എനിക്കുള്ളത് അത് റാങ്ക് മേടിക്കാനും IAS റാങ്കിനും ഇങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഫീൽഡില്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ഈ കോമ്പറ്റീഷനും കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഷോക്ക് അബ്സോർബ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കാര്യം കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് കുട്ടിക്കാലങ്ങളെ കോമ്പറ്റീഷൻ ഒഴിവാക്കണം. ശരിയാണോന്നും നമുക്കറിയത്തില്ല. ഈ സായിപ്പന്മാർ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ അവരെന്ത് കാണിക്കുന്നു അത് നമ്മളിവിടെ കോപ്പി അടിക്കും. അതായത് അങ്ങനെയാണ് ചെയ്യണം. ഇപ്പോൾ സായിപ്പന്മാരുടെ കൂടത്തിൽ ആ പിള്ളേർക്കൊന്നും ടെൻഷൻ ഇല്ലല്ലോ. കാര്യം വഴക്കൊന്നും പറയാം, അവർ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്ക് വേണേൽ പോലീസിൽ വിളിച്ച് പറയാം, ഡാഡിനെയും കൊണ്ട് പോലീസ് പോകും. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വെള്ളക്കാരുടെ കുഞ്ഞുങ്ങളിങ്ങനെ അമൂൽ കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ വളരുകയാണ്. നാളെ കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഈ സൈക്കോളജിസ്റ്റുകൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ശരിക്കും സൈക്കോളജിസ്റ്റുകൾ തിയററ്റിക്കലായിട്ട് ഈ വിഷയങ്ങൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അടി കൊടുത്ത് വളർത്തേണ്ട പട്ടി കൃത്യമായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? എന്താണ്? പ്രഭാഷകൻ 30:8 മെരിക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രനായാലും പുത്രിയായാലും തന്നിഷ്ടക്കാരനാകും. അവരാരും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ ഇവരുടെ ഫെഡറൽ റിപ്പോർട്ടല്ലേ, ഫെഡറലിസ്റ്റ് ഇവരെങ്ങനെ വെച്ചാൽ ഈ ബൈബിളൊക്കെ മാറ്റി വെച്ചത്. യൂറോപ്യൻസ് അങ്ങനെ ഒരു റാഷണലിസം കയറിയിട്ട് ബൈബിൾ മാറ്റി വെച്ച് ദൈവം അവിടെ നാട്ടിൽ നിന്ന് പോകുന്നു. ഇപ്പം നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര സങ്കടം വരും കേട്ടോ. നമ്മൾ കണ്ട സ്വപ്ന ഭൂമികളൊക്കെ ഇല്ലേ, അത് ഞാൻ എല്ലാ രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല, അത് ശരിയാകത്തില്ല. പലയിടത്തും നാഷണൽ ഹൈവേ നന്നാക്കിയിട്ടില്ല. സാമ്പത്തികമായി ശരിക്കും ഒരു പാപ്പരടിച്ച രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയാണ് നമ്മൾ കാണുന്നത്. പണ്ട് എന്ത് സ്മാർട്ടായിട്ട് കിടന്ന രാജ്യങ്ങളാണിത്. ഇവർ ദൈവത്തെ മാറ്റി നിർത്തി ഓരോരോ കാര്യം പറയുന്നതനുസരിച്ചിട്ട് ആ പ്രൊട്ടക്ഷൻ പോകത്തില്ലേ, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോകും. നിങ്ങൾക്കറിയാമല്ലോ, പല കാര്യങ്ങളും പ്രൊട്ടക്ഷനാണ് നിൽക്കണത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂമി കുലുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? മാറി താമസിക്കാൻ പറ്റുമായിരിക്കും ചില സമയത്ത്. നമുക്ക് ഒരു നേരത്തെ അറിവ് കിട്ടിയാൽ മാറി താമസിക്കാൻ പറ്റും. പക്ഷേ ഈ അറിവ് കിട്ടാത്ത രാജ്യങ്ങളിലും ആൾക്കാർ എന്തുമാത്രം മരിക്കുന്നു, അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഒരു നിരാലംബര. അവിടെ ദൈവത്തിന് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഭൂമിയിലേക്കും അങ്ങനെയാണ്. അപ്പം അമ്മ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ദുരന്തം ഉണ്ടാകാൻ പോലും കേട്ടോ, പ്രാർത്ഥിക്കണമെന്ന്. അവരെന്ത് ചെയ്തു? അവർ ടൈറ്റപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഈ ബ്ലാങ്ക് വന്നപ്പോഴേ രോമിക്കയ്ക്ക് ഈ ബ്ലാങ്ക് വന്നല്ലേ, അവർ കുലുങ്ങിയില്ല. കാര്യം എന്താ? അമ്മ കൃപാസനത്തിൽ പറഞ്ഞായിരുന്നു അതെന്താ, സീസൺ മാറാൻ പോകുന്നുണ്ടോ, സീസൺ മാറാൻ പോകുന്നു. അപ്പോൾ റോമിയുടെ അമ്മ പറഞ്ഞ്, റോമിയെ ഇനി നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇപ്പം ഞാനും അപ്പായും ഉടമ്പടിയിലാണ്, നീയും കൂടി ഉടമ്പടി എടുക്കണം. അപ്പോൾ റോമി അത് അനുസരിച്ചു. അതാണ് അവളുടെ വിജയം എന്ന് പറഞ്ഞത്. അവളനുസരിച്ച് അവളൊന്ന് ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ഉടമ്പടി തൈലം നെറ്റിക്ക് തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ എല്ലാ രോഗവും മാറി. അവൾ ഓക്കെ ആയതല്ല, അവളുടെ പിന്നീടുത്ത പരീക്ഷയ്ക്കൊക്കെ 84% വരെ മാർക്ക്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഇവിടെ നിർത്തിയതിന് പരിശുദ്ധമ്മയ്ക്കും ഈശോപ്പയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയ്മോ എന്നാണ്. നോർത്ത് പറവൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ നോർത്ത് പറവൂരാണ് എൻ്റെ സ്ഥലം. എൻ്റെ ഇവിടെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 8 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. അതിൽ ഇപ്പോൾ കിട്ടിയ എനിക്ക് ആദ്യത്തെ സാക്ഷ്യത്തിൻ്റെ ഇപ്പോൾ കിട്ടിയ എനിക്ക് അനുഗ്രഹങ്ങൾ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തെ സാക്ഷ്യമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞത്, ഒരു കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു സഹോദരനെ ഇവിടെ എഴുന്നേൽപ്പിച്ച് ഞാൻ പിടിച്ചുകൊണ്ട് വന്ന്, കോമാ സ്റ്റേജിൽ കിടക്കണമായിരുന്നു, ഒരു വേദന പോലും അറിയാൻ പാടാത്ത ഒരു കോമാ സ്റ്റേജിൽ കിടന്ന ഒരു സഹോദരനെ ഞാൻ 6 ആഴ്ച ഇവിടുത്തെ വിശുദ്ധ തൈലം പുരട്ടി ആ സഹോദരന് രോഗസൗഖ്യം കിട്ടി. ആ സഹോദരനായിട്ട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഫസ്റ്റത്തെ സാക്ഷ്യം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൾക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് അനുഗ്രഹം കിട്ടിയ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞു. മൂന്നാമത്തെ സാക്ഷ്യമാണിത്. ഇതിൽ എനിക്ക് കിട്ടിയ ഒരു സംരക്ഷണമാണ് മാതാവിൻ്റെ, വലിയൊരു സംരക്ഷണമാണ്. എൻ്റെ വാഹനം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാറ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. രാത്രി 11:30 ആ ടൈമിൽ വാഹനങ്ങൾ ചീറി പറയുന്ന സമയത്താണ് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് പോയത്. ഉറങ്ങിപ്പോയി. എൻ്റെ റോങ് സൈഡിൽ വണ്ടി ഓടിച്ച് റോങ് സൈഡിൽ പോയി വാഹനം ഇടിച്ച് മതിലിടിക്കുകയും പോസ്റ്റുമേ ഇടിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഒരു പോറൽ പോലോ ഒന്നും ഏൽക്കാതെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം കിട്ടി. അത് കാരണമെന്ന് വെച്ചാൽ മാതാവ് തന്നെയാണ് സംരക്ഷിച്ചതെന്ന് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ വാഹനത്തിൽ ഒറ്റക്കായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ജപമാല ചൊല്ലാനുള്ള രീതിയിൽ എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ ആ വാഹനത്തിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ജപമാല വെച്ചാണ് ഞാൻ യാത്ര ചെയ്തത്. ജപമാല യാത്ര ചെയ്തപ്പോഴാണ് ഈ സംഭവം നടന്നത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കൊരു പോറൽ പോലും, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ആ വാഹനത്തിൽ നിസ്സാര പരിക്കുകളുണ്ടെങ്കിലും വന്ന ആൾക്കാരൊക്കെ തന്നെ പറഞ്ഞ് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്കൊരു പോറൽ പോലും, ഒരു വേദന പോലും എനിക്ക് മാതാവ് അനുവദിച്ചു തന്നില്ല. അതിന് മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാനും എൻ്റെ കുടുംബവുമായി ഒരു കല്യാണം ഫംഗ്ഷന് ഞാൻ പോയപ്പോൾ അവിടെ കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ അവിടെ ചെന്നത്. കണ്ണൂരായിരുന്നു കല്യാണം. അവിടെ തലേ ദിവസം ചെന്നപ്പോൾ റൂമെടുത്ത് അവിടെ റൂമിൽ താമസിച്ചു. പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ, രാവിലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് റൂമിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ ചെന്നപ്പോൾ എൻ്റെ ഇളയ മകൻ 1 വയസ്സായിട്ടുള്ളൂ. ആ മകൻ കട്ടിലിൽ കിടന്ന് കളിക്കുകയായിരുന്നു. കട്ടിലിൻ്റെയും ഭിത്തിയുടെയും ഇടയിൽ കുട്ടിയുടെ കൈപ്പത്തി ഇറക്കി ഗ്യാപ്പിൽ കൈപ്പത്തി ഇറക്കി കളിക്കുന്നുണ്ടായിരുന്നു. ആ കൈപ്പത്തി ഇറക്കി കളിച്ചപ്പോൾ കുട്ടിയുടെ കൈ വലിച്ചൂരിയപ്പോൾ കൈയുടെ വള, അരപ്പവനോളം വരുന്ന ഒരു വള ഊരിപ്പോയി. പക്ഷേ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫംഗ്ഷന് വരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിലാണ് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് കുട്ടിയുടെ കയ്യിൽ വള ശ്രദ്ധിക്കപ്പെട്ടത്. അന്നേരത്ത് വള കാണാനില്ല. അപ്പോൾ ഭാര്യ ആകെ ടെൻഷനായി. പക്ഷേ എനിക്ക് എവിടുന്ന് ധൈര്യം കിട്ടി, മാതാവിൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് എവിടുന്ന് ധൈര്യം കിട്ടി. ഞാൻ ഭാര്യയെ ആശ്വസിപ്പിച്ചു, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങും പോകില്ല, നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഭാര്യയെ ആശ്വസിപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് ഞാൻ നോക്കിക്കോളാം, എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ വരൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ഒരു സഹോദരൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. സഹോദരൻ എൻ്റെ കൂടെ ഒന്ന് വരണം, ഞാൻ ഈ സ്ഥലത്ത് ആദ്യമാണ്, കണ്ണൂർ ആദ്യമാണ്, എൻ്റെ ഒപ്പം ഒന്ന് സഹായത്തിന് വരണം എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു വരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നേരെ ഞങ്ങൾ താമസിച്ച റൂമിൽ ചെന്ന് ചെന്നപ്പോൾ അവിടുത്തെ റൂമിൻ്റെ ഉടമസ്ഥൻ അവിടെ ക്ലീനേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു, ഫോണിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി, റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഒരു നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സാധനം. കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് നോക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റൂം തുറന്ന് ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ നോക്കി, ഒന്നും കണ്ടില്ല. എൻ്റെ മനസ്സ് പറഞ്ഞ് കട്ടിലിൻ്റെ അടിയിലേക്ക് നോക്കാൻ പറഞ്ഞു. കട്ടിലിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ആ വള ഒരു കുഴപ്പം കൂടാതെ ആ വള അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, പേടിക്കണ്ട, വള കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ആ സഹോദരൻ്റെ ഒപ്പം തിരിച്ച് ഞാൻ വരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയെ ആശ്വസിപ്പിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആ സഹോദരൻ്റെ ഡ്രസ്സ് എന്ന് വെച്ചാൽ അത് പച്ച കളറായിരുന്നു. മാതാവിൻ്റെ സംരക്ഷണം ആണെന്ന് അറിയിക്കാൻ വേണ്ടി പച്ച കളറാണ്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇവിടുത്തെ പച്ചത്തിരിയുടെ കളറായിരുന്നു ആ ഡ്രസ്സിന്. അതങ്ങനെ മാതാവിനും ഈശോയ്ക്കും അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തന്നതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാ 3 മാസം കൂടുമ്പോഴാണ് ഞാൻ പുതുക്കാൻ വരുന്നത്. ആ പുതുക്കാൻ വരുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ അതുകൊണ്ട് ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ മാതാവ് എനിക്ക് പത്രമില്ലല്ലോ കൊടുക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് 1 or 2 കെട്ട് പത്രം എനിക്ക് കിട്ടാറുണ്ട്. അതും ഞാൻ പത്രം വീട്ടിൽ കൊണ്ടുപോയി പത്രത്തിൽ കുരിശ് വരച്ച്, തൈലം കൊണ്ട് കുരിശ് വരച്ച് വചനം എഴുതിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ എൻ്റെ പറവൂര് 2 ഒരു വൃദ്ധസദനം ഉണ്ടാവും ഉണ്ട്. പിന്നെ ഒരു ബുദ്ധിക്ക് സുഖമില്ലാത്ത
ഒരു അനാഥാലയമുണ്ട്. അവിടെ ഞാൻ ആഴ്ചകളിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ചായ ആണെങ്കിൽ ചായ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാറുണ്ട് ആഴ്ചകളിൽ. പിന്നെ ഞാൻ ഉപവസിക്കുന്നത് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാൻ ഉപവസിക്കും. അത് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കൽപ്പണിയാണ്, മേസൺ വർക്കാണ്. ബുധനാഴ്ചയും ശനിയാഴ്ച ഞാൻ ഉപവസിക്കും ജോലിയുടെ ഇടയിൽ. അത് 11 മണി തുടങ്ങി 3 മണി വരെ ഞാൻ വെള്ളം കൂടി ഞാൻ കുടിക്കാറില്ല, 3 മണി വരെ. അതിന് ശേഷമാണ് ഞാൻ 3 മണിക്ക് ശേഷമാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. അത് ആ ഉപവസിക്കുന്ന അന്ന് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ആയിട്ട് ഞാൻ ഒരു 3 പേർക്കെങ്കിലും ഒരു ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അങ്ങനെ പിന്നെ കാരുണ്യ പ്രവർത്തികൾ ആരും എൻ്റെ മുൻപിൽ കൈ നീട്ടിയാലും ഞാൻ കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ആത്മീയ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസവും ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും. കുർബാന കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് എനിക്ക്. എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോവും. പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 3:50 ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ് എൻ്റെ പ്രാർത്ഥന ഒരു ജപമാല ചൊല്ലി അത് കഴിയുമ്പോഴേക്കും 5:30 ടൈമാവും. ആ 5:30 ടൈമിൽ ഇവിടുത്തെ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടുകയും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് 6 മണിക്കാണ് കുർബാന. 6 മണിക്ക് കുർബാനയ്ക്ക് പോയി വന്ന് ശേഷമാണ് ഞാൻ ജോലിക്ക് പോകാറ്. പിന്നെ കുമ്പസാരം എൻ്റെ ഇടവകയിൽ എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മിക്ക ആഴ്ചകളിലും ഞാൻ കുമ്പസാരിക്കാറുണ്ട്. 2 ആഴ്ച അങ്ങനെ ഒരു ദിവസം ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ഒരാഴ്ച കുമ്പസാരിക്കാൻ തോന്നുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പാപത്തിലാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ കുമ്പസാരിക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ വീട്ടിലുണ്ടെന്നുള്ള തെളിവായിട്ട് എൻ്റെ രൂപത്തിൻ്റെ നടയിൽ ഇപ്പോഴും പച്ച, നീല ലൈറ്റ് സീർ സെറ്റുകൾ, അത് ഞാൻ ഇപ്പോൾ 3ാമത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറയാറുണ്ട്. സീർ സെറ്റിൽ 4 കളറുണ്ട്. ആ 4 കളറിൽ മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പച്ചയും നീലയും ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടുത്തെ തിരികളുടെ കളർ മാത്രമേ കത്തുള്ളൂ. ചുമപ്പും മഞ്ഞയും ലൈറ്റ് കത്തില്ല. അഥവാ ഞാൻ ഉടമ്പടിയിലല്ല, മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ അടുത്തില്ല എങ്കിൽ അത് 2-3 തവണ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉടമ്പടി ഒന്ന് ഉഴപ്പി കഴിഞ്ഞപ്പോൾ ആ ലൈറ്റ് 4 ലൈറ്റും കത്തി. പിന്നെ അത് തിരിച്ചു വന്നത് ഇവിടുത്തെ ഡിസംബർ 7-ാം തീയതി ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം എനിക്കിവിടെ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ കുറച്ച് പേർക്ക് പൊതിച്ചോറ് കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അയൽവക്കക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ച് എനിക്ക് പൊതിച്ചോറുകൾ തന്നു. പൊതിച്ചോറ് തന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എല്ലാവർക്കും കൊടുക്കാൻ പോണേന്, നിൻ്റെ അനുഗ്രഹം സംരക്ഷണം ഉണ്ടാകണം, അതിന് തെളിവായിട്ട് നിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഞാൻ ആ പൊതിച്ചോറുകൾ എണ്ണി നോക്കിയപ്പോൾ 27 പൊതിച്ചോറുകളുണ്ടായി. 27 എന്ന് പറഞ്ഞാൽ 7, അത് മാതാവിൻ്റെ സംഖ്യയാണ്. അത് അന്ന് 7-ാം തീയതിയായിരുന്നു. ആ പൊതിച്ചോറെല്ലാം കൂടി ഞാൻ എടുത്ത് എൻ്റെ കട്ടിലപ്പടി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നടയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ മഞ്ഞയും ചുവപ്പും ആ 4 കളർ കത്തിക്കൊണ്ടിരുന്നത് ആ സ്പോട്ടിൽ തന്നെ എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ തന്നെ ആ പച്ചയും നീലയും ആയിട്ട് മാറി. ആ 4 കളറ് 2 കളറായിട്ട് മാറി. ഇപ്പോഴും ആ കളർ അതേപോലെ തന്നെയുണ്ട്. പിന്നെ ഒരുപാട് തിരികളിലും അതുപോലെ തന്നെ മാതാവിൻ്റെ സ്മെല്ലും എല്ലാം എനിക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിനും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇവിടെയെല്ലാം നാം കാണുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനമാണ്. ഉടമ്പടിയിൽ നമ്മൾ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെയാണ് നാം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ നിബന്ധനകൾ പാലിച്ച് വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സംരക്ഷണമായാലും നഷ്ടപ്പെട്ടു പോയാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശോയുടെ അമ്മയുടെ ഒരു കൃപയാണ് നമ്മുടെ കൂടെയുള്ളത്. സങ്കീർത്തനം 30:2 പറയുന്നത്, എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങോട്ട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ കൂടെ വരെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. നമ്മുടെ ഓരോ കാര്യത്തിലും നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെയും ആ ഇടപെടലിന് വേണ്ടി ആ സംരക്ഷണത്തിന് വേണ്ടി, ആ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്നും
എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും, പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോയുടെയും അമ്മയുടെയും കരം. ഈ ആൾത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാവാൻ അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എൻ്റെ പേര് ഗായത്രി. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അനീഷ്, മകൾ പാർവതി, പാർവണ. ഞാൻ സൗദിയിലാണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത്. പുള്ളിക്കാരത്തി എനിക്ക് സ്ഥിരമായിട്ടൊരു തലവേദന വന്നുകൊണ്ടിരുന്നപ്പോൾ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലം എനിക്ക് തന്ന് അത് പുരട്ടി തലവേദന കുറഞ്ഞു. അങ്ങനെയാണ് മാതാവിനെ പറ്റി ഞാൻ അറിയുന്നതും. 2022 മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് എൻ്റെ മോളുടെ +2 കഴിഞ്ഞ് NIT അഡ്മിഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷനും കിട്ടി. അവളിപ്പോൾ NITയിൽ എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ വെച്ചത്, എനിക്ക് 11 വർഷമായിട്ട് 15 ലക്ഷത്തോളം വരുന്ന സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടച്ചു തീർക്കാനൊരു വഴി കണ്ടെത്തി തരണമേ മാതാവെന്ന് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 വർഷമായിട്ട് അത് അടഞ്ഞു തീർന്നെങ്കിലും ഞാൻ അടച്ചു തീർക്കണം എന്ന് പറഞ്ഞ് വെച്ചില്ല. അടുത്ത തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ ജനുവരി 2025 മുന്നേ അത് മുഴുവനായും അടച്ച് എനിക്ക് പണയം എടുക്കാൻ പറ്റണം എന്ന് ഞാൻ നിയോഗം വെച്ചു. അതുപോലെ ജനുവരിക്ക് മുന്നേ എനിക്ക് മുഴുവൻ സ്വർണവും എടുക്കാൻ പറ്റി, വേറെ കടങ്ങളൊന്നുമില്ലാതെ തന്നെ. അതുപോലെ നമ്മൾ നിയോഗം വയ്ക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സൗദിയിൽ സ്ഥിര വരുമാനമുള്ളൊരു ജോലി കിട്ടണം എന്ന് ഞാൻ വെച്ചു. കാരണം അവിടെ കൂടുതൽ നേഴ്സ് അങ്ങനെയുള്ളവർക്കാണ് ജോലി കിട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഞാൻ ഒരു MCOM ഗ്രാജുവേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെച്ചിരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് 2 സ്കൂളിൽ നിന്ന് ഇതുപോലെ, ഒരു സ്കൂളിൽ നിന്ന് അക്കൗണ്ടൻ്റായിട്ട് ഒരു ജോലിക്ക് റിക്വയർമെൻറ്റ് വന്നു. ഞാൻ അപ്ലൈ ചെയ്തു, അത് കിട്ടി. പിന്നെ ഇന്ത്യൻ എംബസി സ്കൂളിൽ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ അതിലും എക്സാം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ, റിട്ടൺ ടെസ്റ്റ്, കുറേ ടഫായിരുന്നു. അപ്പോൾ അതെല്ലാം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതെല്ലാം എക്സാം എല്ലാം നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡിന് നല്ല ജോലിയുണ്ട്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു, ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പ്രാർത്ഥനയൊക്കെ വളരെ കുറഞ്ഞു. ജസ്റ്റ് പ്രാർത്ഥിക്കും, എന്നാലും വചനം വായിക്കാൻ സമയമില്ല, ജപമാല വായിക്കില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മാർച്ചിൽ ഹസ്ബൻഡിന് ഓഫീസിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ട് പുള്ളി സഡൻലി ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ സൗദിയിൽ നമ്മളങ്ങനെ നിൽക്കുമ്പോൾ പുള്ളിയുടെ വിസയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എക്സിറ്റ് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ജോലി അതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അവർ കമ്പനിക്കാർ എക്സിറ്റ് അടിക്കാൻ നോക്കിയപ്പോൾ പുള്ളി എക്സിറ്റ് അടിക്കാൻ സാധിക്കുന്നില്ല. കാരണം പുള്ളി സ്വന്തം പേരിലൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നവംബറിൽ. അപ്പോൾ അത് വാങ്ങിക്കുന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായി അത്ര നല്ല ഇതിലൊന്നും അല്ലായിരുന്നെങ്കിലും പുള്ളി വളരെ കഷ്ടപ്പെട്ടാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ ഞാനത് വാങ്ങിക്കുന്ന സമയത്ത് സമ്മതിച്ചില്ല. പക്ഷേ പുള്ളിയുടെ നിർബന്ധം കാരണം പുള്ളി വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വണ്ടി ഉള്ളതുകൊണ്ട് എക്സിറ്റ് അടിക്കാൻ പറ്റിയില്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് റീകോൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നവംബർ 17 ഞാൻ ആ വണ്ടി കാണുന്നത്. നവംബർ 18 ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ ആ വണ്ടി വാങ്ങിക്കുന്നത്. ആ വണ്ടിയുടെ നമ്പറിൽ 7 എന്നുള്ള ഒരു നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവ് അത് ഞങ്ങൾക്ക് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അന്നേ തന്നതാണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ആ വണ്ടി ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റിയില്ല. ഞങ്ങളവിടെ നിന്നു. പിന്നെ പുള്ളിക്ക് വേറൊരു കമ്പനിയിലോട്ട് മാറി. അപ്പോൾ ഞങ്ങളവിടെ ഇപ്പോൾ പുള്ളി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സെപ്റ്റംബറിൽ മാത്രമേ ഇന്ത്യൻ സ്കൂളിൽ ജോലി കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. നോർമൽ പ്രൊസീജിയറിൽ അവിടെ വേക്കൻസി വരുമ്പോഴേ കിട്ടുള്ളൂ. പക്ഷേ ഈ സമയത്ത് മെയ് 3 എനിക്ക് സ്കൂളിൽ നിന്ന് കോള് വന്നു ഉടനെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മെയ് 5 ചൊവ്വാഴ്ച ഞാൻ ഇന്ത്യൻ എംബസി സ്കൂളിൽ ജോയിൻ ചെയ്തു ടീച്ചറായിട്ട്. നോർമലി അവിടെ ഫസ്റ്റ് ടൈം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആർട്ട് ടീച്ചറായിട്ടോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ടാണ് എടുക്കാറുള്ളത്. പക്ഷേ എനിക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ് ടീച്ചർഷിപ്പ് തന്നെ കിട്ടി. അപ്പോൾ അതിന് അവിടെ പലരും ചോദിച്ചു ആരാ റെക്കമെൻഡ് ചെയ്തത്, അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും കിട്ടില്ല, ഞങ്ങളെല്ലാവരും 2 ഇയേഴ്സ് ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ക്ലാസ് ടീച്ചറായത്. അപ്പം ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവാണ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് എനിക്ക് ആ ജോലി കിട്ടിയതും. ടൈം ഷോർട്ടനിങ്ങും എനിക്കവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല സെപ്റ്റംബറിൽ കിട്ടേണ്ടത് ഫാസ്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും ഫാസ്റ്റായിട്ട് KG സെക്ഷനിൽ റിക്വയർമെൻറ്റ് വരില്ല. കാരണം പണ്ട് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെ അവർ വേറെ സെക്ഷനിലോട്ട് മാറ്റി. അപ്പോൾ KGയിൽ വേക്കൻസി വന്നു, നഴ്സറിയിൽ അഡ്മിഷൻ കൂടി, ഡിവിഷൻ കൂടി. അങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയത്. അതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ജോലി ഇല്ലാതിരുന്ന സമയത്ത് എനിക്കത് കിട്ടിയത് വളരെ സഹായമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് മാനസികമായിട്ട് ഒരു സപ്പോർട്ട് കിട്ടിയത് പ്രാർത്ഥനകളും
മാതാവിൻ്റെ ഇടപെടലും കൊണ്ടാണ്. പിന്നെ പ്രാർത്ഥനാ ജീവിതം ആത്മീയമായിട്ട് എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ വചനം വായിക്കും, ജപമാല ചൊല്ലാറുണ്ട്, ചൊവ്വാഴ്ച തോറുമുള്ള അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന കാണാറുണ്ട്, പിന്നെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം നാട്ടിൽ വരുമ്പോൾ, ഞാൻ സൗദിയിലാണ്, നാട്ടിൽ വരുമ്പോഴെല്ലാം ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തനം അവിടെ ആയതുകൊണ്ട് നാട്ടിലത്തേക്ക് ഞാൻ കാശ് അയച്ചു കൊടുക്കാറാണ് പതിവ്, ഫ്രണ്ട്സിൻ്റെയിലോ അങ്ങനെ കൊടുക്കാറാണ് പതിവ്. ഹസ്ബൻഡിന് ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ഉപ്പും തൈലും ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ അന്ന് ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചു. ഹസ്ബൻഡിനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നമ്മൾ നേർന്നു. നെക്സ്റ്റ് ഡേ ചെക്ക് ചെയ്തപ്പോൾ, മാനുവൽ കൗണ്ട് ചെയ്തപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലായിരുന്നു. അതുപോലെ മോക്ക് കയ്യിലൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അത് സർജറി ചെയ്തു, ബയോപ്സിക്ക് വിടണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സർജറി രാവിലെ 11 മണിക്ക്, സൗദി ടൈം 11 മണിക്ക് കയറ്റി. അപ്പോൾ ഇപ്പോൾ നടക്കുന്നു പറഞ്ഞെങ്കിലും 2:30 മണിക്കാണ് അവർ സർജറിക്ക് അകത്ത് കയറ്റിയത്. അപ്പോൾ തന്നെ മാതാവിൻ്റെ ഇടപെടൽ അതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ബയോപ്സി റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു. മോള് നാട്ടിലായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ തൈറോയിഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും പ്രാർത്ഥിച്ചു, അതെല്ലാം നെഗറ്റീവായിട്ട് വന്നു. ഇതെല്ലാം സഹായിച്ചു തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി ഇന്ന് നിയോഗം വെച്ചാൽ ആദ്യത്തെ എൻ്റെ നിയോഗം പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകണമേ എന്നുള്ളതായിരുന്നു. അതിന്ന് തന്നെ മാതാവ് നടത്തി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെ സൗദിയിൽ നിന്ന് കയറി ഇന്ന് രാവിലെ കാലിക്കറ്റ് ഇറങ്ങി, അവിടെ നിന്ന് വന്ദേ ഭാരതിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ആലപ്പുഴ എത്തി നേരിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഉച്ചയ്ക്ക് 1:30 വന്ന് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറയുമായിരുന്നു. ഇനി ട്രിവാൻഡ്രത്തോട്ടാണ്, ഇനി വേണം ട്രിവാൻഡ്രത്തോട്ട് വീട്ടിൽ പോകാനായിട്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ഈ മകൾക്ക് മുൻപ് പോയവർ, അതായത് ഗായത്രിക്ക് മുൻപ് പോയവർ 1-2 വർഷം അവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേങ്കിൽ ഗായത്രിക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്കൂൾ ടീച്ചറിൻ്റെ ഒരു പൊസിഷനാണ് കിട്ടിയത്. അപ്പോൾ ക്ലാസ് ടീച്ചറിൻ്റെ ഒരു പൊസിഷനാണ് കിട്ടിയത്. അപ്പോൾ തന്നെ കൂടെ നിന്നവർ ചോദിച്ചു ആരാണ് റെക്കമെൻഡ് ചെയ്തതെന്ന്. അപ്പോൾ ഈ സഹോദരി ഗായത്രി പറഞ്ഞത് കൃപാസനം അമ്മയെന്നാണ്. ആ ക്രെഡിറ്റ് അമ്മയുടേതാണെന്നാണ്, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എന്നാണ്, അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്, അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്ക് ലഭിച്ച ഈ ജോലിയാണെന്നാണ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ടീച്ചറായിട്ട് സൗദിയിൽ ഇന്ത്യൻ എംബസി തന്നെ ഒരു നല്ല ജോലി നൽകി ഈശോയെ അമ്മയെ അനുഗ്രഹിക്കുന്നത്. പിന്നീട് ഒരു ക്രൈസിസ് പീരീഡാണ്. അവിടെയും ഈശോയും അമ്മയും ഉടമ്പടി മക്കളാണ്, അവരെ മറന്നില്ല. പണ്ടെങ്ങോ ഹസ്ബൻഡ് ഒരു വണ്ടി മേടിച്ചു. അവിടെ ഹസ്ബൻഡിന് ഒരു ജോലിയിൽ ഇഷ്യൂ വന്നപ്പോൾ റിസൈൻ ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഈശോയും അമ്മയും മുൻകൂട്ടി, നമുക്കറിയാം പരിശുദ്ധമ്മ ഇവിടെ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മ വന്നപ്പോൾ ദുരന്തം വരാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്നാണ് അമ്മ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മുൻകൂട്ടി പറയുന്ന ഒരു അമ്മയാണ് ഉടമ്പടി മക്കൾ കണ്ടുമുട്ടുന്നത്. ഇവരുടെ ജീവിതത്തിൽ അതുതന്നെയാണ്. എന്തോ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ അമ്മ അത് മുൻകൂട്ടി കണ്ട് ഈ മകന് ഒരു വണ്ടി മേടിക്കുവാനായിട്ട് പറഞ്ഞു. അത് ഗായത്രിക്ക് മനസ്സിലായില്ലായിരുന്നു. ഹസ്ബൻഡ് വണ്ടി മേടിച്ചു. ഗായത്രി വിചാരിച്ചു എന്തുകൊണ്ട് ഈ വണ്ടി മേടിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, ഹസ്ബൻഡ് ജോലി പോയപ്പോൾ, റിസൈൻ ചെയ്തപ്പോൾ ആ വണ്ടി ഉള്ളത് കൊണ്ട് എക്സിറ്റ് അടിക്കാൻ സാധിച്ചില്ല. ആ വണ്ടി ഉള്ളതുകൊണ്ട് അവിടെ കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ഗായത്രി അത് പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നവംബർ 17 എന്ന ഡേറ്റിലാണ് ആ വണ്ടി മേടിച്ചിരുന്നത്. അതിൽ 7 എന്ന അക്കമുണ്ട്. ആ വണ്ടിയുടെ നമ്പറിലും 7 എന്ന നമ്പറുണ്ട്. അതുകൊണ്ട് അമ്മ മുൻകൂട്ടി തന്നെ ആ വണ്ടി മേടിക്കുവാനായിട്ട് ഒരു പ്രചോദനം നൽകി അമ്മ അതിനകത്ത് ഇടപെട്ടിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു കരുതലും ഇടപെടലും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീട് അവിടെ കണ്ടിന്യൂ ചെയ്ത് പിന്നീട് ഒരു നല്ല ജോലി കിട്ടുകയാണ്. പിന്നീട് രോഗസൗഖ്യങ്ങളാണ്. ഹസ്ബൻഡിന് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറവാകുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അത് കൗണ്ട് പിന്നെ നോർമലാവുകയും മകൾക്ക് ഒരു തടിപ്പുണ്ടായപ്പോൾ അത് സർജറി ചെയ്ത് മാറ്റിയപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഭയമാണ്. പക്ഷേ ഇവിടെയും നെഗറ്റീവ് റിപ്പോർട്ട് തന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ഉടമ്പടി തൈലവും കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ സർജറിയുടെ ദിവസം തന്നെ 11 മണി എന്ന് പറഞ്ഞത്
2:30 എന്ന സമയം മാറ്റിയപ്പോൾ തന്നെ ഈ സഹോദരി ഗായത്രിക്ക് മനസ്സിലായി അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലുണ്ട്. കാരണം ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയുടെ സമയമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ സഹോദരി ഗായത്രി സൗദിയിലാണ്. സ്വന്തം ശരീരത്ത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയാണ് മകൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് റിസൾട്ട് നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലാണ് ഈ മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. മുൻകൂട്ടി പറയുന്ന, മുൻകൂട്ടി ചെയ്യുന്ന, നമുക്ക് വേണ്ടി എല്ലാ കാര്യവും പ്ലാനും പദ്ധതിയും അമ്മയ്ക്ക് ഈശോയ്ക്കുമുണ്ട്. ആ പദ്ധതി നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ നിൽക്കുമ്പോൾ, ആ ദൈവ സാന്നിധ്യമുള്ളപ്പോൾ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കേൾക്കുന്ന അമ്മയാണ്. പിന്നെ ഒരു സ്ഥിര വരുമാനം, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു അമ്മയാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയാണ് ഉടമ്പടിയിൽ നാം കാണുവാൻ സാധിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ജോലി നൽകുകയും എക്സിറ്റ് അടിക്കുന്ന സമയത്ത് മുൻകൂട്ടി ചെയ്ത് അമ്മ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഇന്ന് സൗദിയിൽ നിന്ന് ഇന്ന് രാവിലെ വന്നു. അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. കൃപാസനം അമ്മയുടെ അടുത്ത് വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഈ സഹോദരിയുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവാൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ വചനം, പുസ്തകത്തിലുള്ള വചനം നമ്മുടെ ജീവിതത്തിലും വരേണ്ട നിമിഷങ്ങളിലും കൂടെ നിൽക്കുന്ന ആ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മഴ പോലെയാണ്, ശരത്കാല വൃഷ്ടി പോലെയാണ്. നമുക്കും ആ കൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കുവാനായിട്ട് നമുക്ക് ആ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കാം. ഗായത്രിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി